Good evening. Evening, sir. Good evening, Okay. sir. A Doll's House. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെൻറിക് ഇബ്സന്റെ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന വർക്കാണ്. 1987 എഴുതപ്പെട്ട വർക്കാണ്. ഇബ്സൺ ഒരു നോർവീജിയൻ പ്ലേ റൈറ്റ് ആണ്. ഹി ഈസ് കൺസിഡർഡ് ടു ബി ദ ഫോർ ഫാദർ ഓർ വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് ബോത്ത് നാച്ചുറലിസം ആൻഡ് മോഡേണിസം. ഇത് നമ്മൾ കാലത്തിന് മുമ്പ് സഞ്ചരിച്ച ഒരു കൃതി എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് മോഡേണിസത്തിന് ആക്ച്വൽ മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിന് മുമ്പേ മോഡേണിസത്തിന്റെ എല്ലാ തരത്തിലുള്ള ട്രേറ്റ്സും അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ട്രേറ്റ്സും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പ്ലേ ആണ് ഡോൾസ് ഹൗസ്. വളരെ കോൺട്രവേഴ്സ്യൽ അതുപോലെ തന്നെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു. പ്രത്യേകിച്ച് നോർവേജിയൻ ലിറ്ററേച്ചറിനെ പ്രത്യേകിച്ച് യൂറോപ്പിലേക്ക് എക്സ്പോസ് ചെയ്തതിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു റൈറ്ററും അതുപോലെ തന്നെ വർക്കുമാണ് ഡോൾസ് ഹൗസ്. പിന്നെ ഇറ്റ്സ് ഓൾസോ എ ഷിയർ ക്രിറ്റിസിസം ഓൺ വിക്ടോറിയൻ വിമൻഹുഡ്, വിക്ടോറിയൻ മൊറാലിറ്റി, വിക്ടോറിയൻ സോഷ്യൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. അതുപോലെ വിമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സിനെ റിഫ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റൈറ്റ്സിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ഒരുപാട് സിമ്പിൾസും അതുപോലെ തന്നെ തീമാറ്റിക്കൽ ആയിട്ടുള്ള എലമെന്റ്സും ഈ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ സമ്മറി നമ്മൾ വായിച്ചു പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കുറച്ച് ഇവന്റ്സും കുറച്ച് നോഷൻസും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, അത് ഓർത്ത് വയ്ക്കുക. കുറച്ച് സിമ്പിൾസും മോട്ടീവ്സും ഉണ്ട്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഞാൻ അത് പോയിന്റ് ഔട്ട് ചെയ്യാം. സോ എ ഡോൾസ് ഹൗസ് ബൈ ഹെൻറിക് ഇബ്സൺ. We had actually during the history classes, I think we had a brief discussion about this work. I think I might have introduced Ibsen to you in the context of modernism. I don't remember that whether I had done anything, I mean, in detail or not, but I think I had done something on Ibsen. So if you want further Yes, sir. back, Yes. ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു സർ. Okay, fine. Okay, so if you want further historical or literary background of this play, you can refer back to that video. I don't remember the name of the video also. Maybe 19th century, I think. I exactly do not remember the number of the video. So, coming to the background of the play, full title എന്ന് പറയുന്നത് എ ഡോൾസ് ഹൗസ് എന്നാണ്. എൻ്റെ നോർവീജിയൻ ട്രാൻസ്ലേഷൻ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ ഇൻ നോർവീജിയൻ ലാംഗ്വേജ്. ലേറ്റർ ഇറ്റ് വാസ് translated into English. It was written in 1879, Dresden, Germany. Published and first performed in December 1879 തന്നെ. ആ സെയിം ഇയർ തന്നെ പബ്ലിഷ് ചെയ്യുകയും പെർഫോം ചെയ്യുകയും ചെയ്തു. മേജറായിട്ടും രണ്ട് ലിറ്റററി മൂവ്മെന്റ്സ് ആണ്, റിയലിസവും മോഡേണിസവും. അതിൽ നാച്ചുറലിസം കൂടെ വരുന്നുണ്ട്. നാച്ചുറലിസം ശരിക്കും റിയലിസത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. റിയലിസത്തിന്റെ ഒരു എക്സ്ട്രീം ഫോം ആണ് നാച്ചുറലിസം. സോ ഇറ്റ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ നാച്ചുറലിസ്റ്റിക് പ്ലേ. മോഡേണിസം ഡെഫിനറ്റ്ലി മോഡേണിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു തുടക്കം തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇബ്സൺ ഒരു പൈനിയർ ഓഫ് മോഡേണിസ്റ്റ് തന്നെയാണ്. മോഡേണിസത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ട്രേറ്റ്സും നമുക്ക് ഈ പ്ലേയിൽ കാണാൻ പറ്റും. കണ്ടന്റ് ആവട്ടെ, തീമാറ്റിക്കലി അല്ലെങ്കിൽ ക്ലൈമാക്സ് ആവട്ടെ, എല്ലാം മോഡേണിസ്റ്റ് ട്രേറ്റ്സിലാണ് വരുന്നത്. അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പിന്നെ കൈൻഡ് ഓഫ് കണ്ടംപ്ലേറ്റീവ് ആണ്, സെൽഫ് റിഫ്ലക്റ്റീവ് ആണ് ഈ പ്ലേ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. Okay, 1 second. ജാനർ നോക്കുകയാണെങ്കിൽ റിയലിസ്റ്റിക് മോഡേൺ പ്രോസ് ഡ്രാമയാണ്. സെറ്റിംഗ് എ ടൗൺ ഓർ എ സിറ്റി ഇൻ നോർവേ. ക്ലൈമാക്സ് വെൻ ടോവേൾഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ ഫ്രം ക്രോക്സ്റ്റഡ് റിവീലിംഗ്. അത് നമ്മൾ അനാലിസിസ് നമ്മൾ സമ്മറി പറയുമ്പോൾ നമ്മളിലേക്ക് വരാം. ആന്റഗോണിസ്റ്റ് നമുക്ക് ആ ടൈമിൽ നമുക്ക് നോക്കാം. സോ ഇബ്സനെ കുറിച്ച് പറയുമ്പോൾ ഫൗണ്ടർ ഓഫ് മോഡേൺ നാച്ചുറലിസ്റ്റിക് ഡ്രാമ ആൻഡ് എ മോഡേണിസ്റ്റ്. ബേസിക്കലി നാച്ചുറലിസം എന്ന് പറയുന്നത്, ആസ് ഐ ഹാവ് ഓൾറെഡി മെൻഷൻഡ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് റിയലിസം. In realism, we know that we had a literary movement. It was a literary movement, not only a literary movement, it was a philosophical movement, began as a philosophical movement. Later, it was absorbed by various art movements like literature, painting, sculpture. It was reflected. It actually went on inspiring or influencing almost all fields of arts. So it's considered in the context of literature. ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ റിയലിസത്തെ കുറിച്ച് പറയുമ്പോൾ, റിയലിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ മേജറായിട്ട് നമ്മൾ കാണുന്നത്
അതായത് കൂടുതൽ ക്ലോസ് ടു ദ നേച്ചർ അല്ലെങ്കിൽ ക്ലോസ് ടു ദ റിയാലിറ്റിയാണ്. റിയാലിറ്റി അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് റിയലിസത്തിൽ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഡിക്കൻസിന്റെ ഒക്കെ നോവലുകളിൽ നമ്മൾ കാണുന്ന സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ഗ്രേ ആയിട്ടുള്ള, വളരെ ഒറിജിനൽ ആയിട്ടുള്ള, വളരെ റോ ആയിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വിത്ത് ഓൾ ഇറ്റ്സ് ഡിസ്മേസ്, മേഹേസ്, ഓൾ കോംപ്ലിക്കേഷൻസ്, ഓൾ കെയോസസ്, ഓൾ മിസറീസ്. അതുപോലെ തന്നെ ലിറ്റററി വർക്കുകളിൽ റിഫ്ലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ലിറ്റററി വർക്കുകളിൽ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള റിയലിസം ശരിക്കും കാണിച്ചത്. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പീരീഡിലൊക്കെ സോഷ്യൽ റിയലിസം ഒക്കെ നമ്മൾ കണ്ടു. സോഷ്യൽ റിയലിസം കണ്ടു. ജെയിൻ ഓസ്റ്റിന്റെ നോവലുകളിലെ സോഷ്യൽ റിയലിസത്തെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ റിയലിസ്റ്റിക് നോവൽ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ശരിക്കും അതാണ്, റിഫ്ലക്ഷൻ ഓഫ് എ സൊസൈറ്റി ഇൻ ഇറ്റ്സ് ഓൺ ഫോം, ലൈക്ക് ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ആസ് ഇറ്റ് ഈസ്. സോ അതിൽ നിന്നും നാച്ചുറലിസത്തിലേക്ക് മാറുമ്പോൾ, നാച്ചുറലിസത്തിന്റെ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണെങ്കിൽ മെയിൻ ആയിട്ടും എമിലി സോളയാണ് മേജർ പ്രൊപ്പോണന്റ് ഓഫ് നാച്ചുറലിസം. സോ നാച്ചുറലിസത്തിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടെ റിജിഡ് ആവുകയും കുറച്ചുകൂടെ റിഡക്ഷനിസ്റ്റ് ആവുകയും ചെയ്യുകയാണ്. അത് റിയലിസത്തിൽ കുറച്ചൊക്കെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനും അതുപോലെ തന്നെ നാച്ചുറൽ അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും, അതായത് നമ്മൾ റാഷണലേക്ക് ഒതുങ്ങാത്ത വസ്തുതകളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ, നാച്ചുറലിസ്റ്റിലേക്ക് വരുമ്പോൾ ദെയർ ലോജിക് ഈസ് ക്വയറ്റ് ഓഫ് എ സയന്റിഫിക് അല്ലെങ്കിൽ ക്വയറ്റ് ഓഫ് എംപിരിസിസ്റ്റ് വൺ. അതായത് they believe that everything in this world is part of the nature, so that everything is natural because everything is a part of this world, and what we consider as not a part of this world in the sense this universe is not actually existing. So what is not belonging to this, or we consider as not belonging to or existing in this world, or as supernatural is not actually existing എന്ന ഒരു ഫണ്ടമെന്റൽ ഐഡിയോളജിയുടെ ബേസിലാണ് നാച്ചുറലിസം ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ കോസസ്, നാച്ചുറൽ ഇന്റർവെൻഷൻസ്. ഇപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ വി ബിലീവ് ഇറ്റ് ആസ് എ ഫേറ്റ്, ബട്ട് അക്കോർഡിംഗ് ടു നാച്ചുറലിസ്റ്റ് ഇറ്റ്സ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് തിങ്സ് ഇൻ ദ നേച്ചർ ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് എ ഫിനോമിനൻ. സോ എല്ലാ ഫിനോമിനലും, എല്ലാ സംഭവങ്ങളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എല്ലാ സംഭവങ്ങളും ഉരുവാക്കപ്പെടുന്നത് ശരിക്കും ഈ നേച്ചറിൽ തന്നെയുള്ള കാര്യങ്ങളുടെ കോമ്പിനേഷനിലൂടെയാണ്. അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെയോ ഒരു എക്സ്റ്റേണൽ ബ്രെയിനിന്റെയോ ഒരു ഇടപെടലുകളിലൂടെ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ആ ഒരു ഇവല്യൂഷണറി, ബേസിക്കലി ഒരു ഇവല്യൂഷന്റെ ഒരു ഇൻഫ്ലുവൻസും അതിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊരു നാച്ചുറലിസ്റ്റിക് പ്ലേ ആണ്. കാരണം ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഇവന്റ്സും ബേസിക്കലി അതായത് കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതായത് രണ്ട് സംഭവങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 3 സംഭവങ്ങൾ 4 സംഭവങ്ങൾ തമ്മിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുമ്പോൾ, ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിമുട്ടുമ്പോൾ ആണ് അടുത്ത സംഭവം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അടുത്ത മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ലോജിക്ക് തന്നെയാണ് ഈ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പം ക്യാരക്ടേഴ്സിനെ എടുക്കുവാണെങ്കിൽ നോറയുടെ ആണെങ്കിലും ട്രവോൾഡ് ആണെങ്കിലും ഒക്കെ അവരവരുടേതായുള്ള ആക്ഷൻസിന്റെ ഔട്ട്പുട്ട് ആണ് ശരിക്കും, അല്ലെ അവരുടേതായിട്ടുള്ള ആക്ഷൻസിന്റെ റിസൾട്ട് ആയിട്ടാണ് അടുത്ത ഇവന്റ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന അടുത്ത കാര്യം സംഭവിക്കുന്നത്. സോ ഈ ഇന്റർ കണക്റ്റഡ്നെസ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർ റിലേഷൻ അത് ഒരുമിച്ച് അത് അടുത്ത മൊമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ അത് ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ലോജിക്കാണ് ശരിക്കും ഈ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസോ ഒരു സൂപ്പർ നാച്ചുറൽ ഇൻഫ്ലുവൻസോ ഒരു ഗോഡ് കമ്മിങ് ഡൗൺ ഇൻസ്റ്റൻസോ ഒന്നും നമുക്ക് ഈ പ്ലേയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ നാച്ചുറലിസ്റ്റിക് പ്ലേ അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് തിയേറ്ററിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ഡ്രാമയുടെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നത്. സോ ബെർണഡ് ഷാ 1-2 ഇബ്സനെ കുറിച്ചുള്ള കുറെ ഫേമസ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ലൈക്ക് ബെർണഡ് ഷാ ഫേമസ്ലി റോട്ട് ദ ക്വിൻറ്റെസെൻഷ്യൽ ഓഫ് ഇബ്സനിസം, ഒരു എസ്സേ ആണ്. ഒറിജിനലി ഇറ്റ് വാസ് എ സ്പീച്ച് ഡെലിവേർഡ് ഇൻ ഫാബിയൻ സൊസൈറ്റി മെയ്ഡ് ഇൻ ടു എൻ എസ്സേ. ഹി കോൾഡ് ഇബ്സൻ ദ ഫിയർലെസ് മോറൽ പൈനിയർ. ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ക്വിൻറ്റെസെൻസ് ഓഫ് ഇബ്സനിസം എന്ന് പറയുന്ന എസ്സേ ആരാണ് എഴുതിയതെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താണ് ബെർണഡ് ഷോ ഇബ്സനെ വിളിച്ചത് എന്നുള്ള കാര്യവും ഓർത്ത് വയ്ക്കുക. ബെർണഡ് ഷോ ഇബ്സനുമായിട്ട് ഒരുപാട് ക്ലോസ് ബന്ധമുണ്ട്. കാരണം ഇബ്സന്റെ പ്ലേസിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടാനുള്ള ഒരു കാരണം ബെർണഡ് ഷോയുടെയാണ്. ഒരുപാട് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേജ് പെർഫോമൻസിലൂടെയും സ്പീച്ചിലൂടെയൊക്കെ. എക്സ്പോസ്ഡ് ഫാമിലി ആൻഡ് മാരേജ് റിലേഷൻസ്. ദിസ് പ്ലേ എക്സ്പോസസ് ഫാമിലി ആൻഡ് മാരേജ് റിലേഷൻസ്. പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടൗൺ ആണ്, അതിൽ ഒരു മിഡിൽ ക്ലാസ് ടൗൺ ഇൻ നോർവേ ആണ്, സിറ്റിയാണ്, അർബൻ ആണ് കോണ്ടെക്സ്റ്റ്, അർബൻ സെറ്റിംഗ് ആണ്. അവിടെ ഒരു ഫാമിലിയുടെ സ്ട്രക്ചറിൽ നടക്കുന്ന ഇവന്റ് ആയിട്ടാണ് ഈ പ്ലേ ചിത്രീകരിക്കപ്പെടുന്നത്. പ്രോബ്ലം ലിറ്ററേച്ചർ ആൻഡ് ലിറ്ററേച്ചർ ഓഫ് ഐഡിയാസ്, ഇത് രണ്ടും ഈ കാറ്റഗറി ഓഫ്
ഐ മീൻ പ്രോബ്ലം ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് ഐഡിയ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്ലേ ആണ് ഇത്. ഇബ്സന്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ഐഡിയോളജിയാണ് പ്രോബ്ലം ലിറ്ററേച്ചർ അല്ലെങ്കിൽ പ്രോബ്ലം പ്ലേസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഓഫ് ഐഡിയ. ഐ തിങ്ക് when we discussed history, I might have explained these things, problem literature, and I do remember putting questions from this part. Okay, problem literature എന്ന് പറഞ്ഞാൽ there is a problem that happens and finally that problem is sorted out. അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിലൂടെ ഒരു സോഷ്യൽ സിറ്റുവേഷനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അഡ്വേഴ്സ് പ്രോബ്ലത്തെ പ്ലേസ് ചെയ്തിട്ട് ഒരു പ്ലോട്ടിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിലൂടെ സൊസൈറ്റിയിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ റിഫർമേഷൻ വേണ്ടി വരുന്ന കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് പ്രോബ്ലം പ്ലേസിൽ. അതിനെയാണ് ഇബ്സൻ പ്രോബ്ലം പ്ലേസ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ്സ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദി പ്രോബ്ലം പ്ലേസ് ഓർ തീസിസ് പ്ലേസ് എന്ന് വേണമെങ്കിൽ ഇതിന് വിളിക്കാം. ദ പ്രൊട്ടാഗണിസ്റ്റ് പ്ലേസ്ഡ് ഇൻ എ സിറ്റുവേഷൻ വിൽ റെപ്രസെന്റ് എ മേജർ സോഷ്യൽ പ്രോബ്ലം ആൻഡ് ത്രൂ ദി എവല്യൂഷൻ ഓഫ് എ പ്ലോട്ട് എ സൊല്യൂഷൻ വിൽ ബി പ്രൊപ്പോസ്ഡ് ബൈ ദ എൻഡ് ഓഫ് ദ പ്ലേ. സോ അതാണ് ഇതിന്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഓർത്തിരിക്കുക, തീസിസ് പ്ലേ, പ്രോബ്ലം ലിറ്ററേച്ചർ ഓഫ് ഐഡിയാസ്. ക്യാരക്ടേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ മേജർ ആയിട്ടും ഉള്ള ക്യാരക്ടേഴ്സിനെ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നോറ ഹെൽമർ, വൈഫ് ഓഫ് ടോവാൾഡ് ആൻഡ് അൻ ഐഡിയൽ വൈഫ്. ടോവാൾഡ് ഹെൽമർ പുള്ളിയാണ് പ്രൊട്ടാഗണിസ്റ്റ്. രണ്ടുപേരും പ്രൊട്ടാഗണിസ്റ്റ് ആണ്. നോറയാണ് ശരിക്കും സെൻട്രൽ ക്യാരക്ടർ. നോറയുടെ ഹസ്ബൻഡ് ആണ് ടോവാൾഡ് ഹെൽമർ. ഹീസ് ഓൾസോ എ ബാങ്ക് മാനേജർ, newly promoted to as a bank manager. Dr. Rank അവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ് who is in secretly love with Nora. Dr. Rank and Dr. Rank actually expects his death. He has a morbid disease, so he expects his death sooner. ക്രിസ്റ്റ്യൻ ലിൻഡെ നോറയുടെ സ്കൂൾ ഫ്രണ്ട് ആണ്. ഈ പ്ലേയുടെ കോണ്ടെക്സ്റ്റിൽ അവർ എനിക്കൊന്ന് 6 or 7 years ആഫ്റ്റർ ആണ് അവർ മീറ്റ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ലോങ് ടൈം ദേ ആർ മീറ്റിംഗ് വെൻ ദിസ് പ്ലേ ഹാപ്പൻസ്. നീൽ ക്രോക്സ്റ്റഡ് ആണ് ശരിക്കും ഇതിലെ ആന്റഗോണിസ്റ്റ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. കൊളീഗ് ഓഫ് ടോവാൾഡ് ആൻഡ് എക്സ് ലവർ ഓഫ് ക്രിസ്റ്റ്യൻ. സോ നീൽ ക്രോക്സ്റ്റഡ് ശരിക്കും വർക്ക് ചെയ്യുന്നത് ടോവാൾഡ് ഹെൽമറിന്റെ ബാങ്കിലാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റന്റെ എക്സ് ലവറുമാണ് നീൽ. ഐവോ, ബോബി, എമ്മ, അതുപോലെ തന്നെ ആൻ മരിയ, നോവാസ് ഫോമർ നാനി. 1 second. ഞാൻ സമ്മറി ആയിട്ട് വായിച്ച് പ്രസന്റ് ചെയ്യാം, ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നു. സോ ഐ ഹാവ് മെയ്ഡ് എ സമ്മറി ഹിയർ. ഐ വിൽ പ്രൊജക്റ്റ് ഇറ്റ് ടു യു നൗ. 1 second. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? Yes, sir. Yes, sir. Fine. Okay, fine. Noah Helmer, a young woman, enters her house. Okay. തുടക്കമാണ്, പ്ലേയുടെ തുടക്കമാണ്. നോവ ഹെൽമർ, എ യങ് വുമൺ, enters her house carrying packages. It is Christmas Eve and a porter delivers a Christmas tree. Nora's husband, Torvald, emerges from his study and greets her. She shows off the Christmas gifts she has brought for the children, and although Torvald chastises her for spending too much, he is also very affectionate towards her, calling his little skylark and little squirrel. So നാടകത്തിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് ആക്ടിൽ ആക്ച്വലി മെയിൻ ആയിട്ട് ഇതിൽ 3 ആക്ട്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ആക്ടിന്റെ കഥയാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ആക്ടിൽ ഡ്രാമ തുടങ്ങുമ്പോൾ നോവ ഹെൽമർ, അതായത് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് യങ് വിമൻ, ഷീ എൻറ്റേഴ്സ് ഹർ ഹൗസ് ക്യാരിങ് പാക്ക്. അതായത് ഡ്രാമയുടെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഹൗസിന്റെ ഉള്ളിലാണ്, വീടിന്റെ ഉള്ളിലെയാണ്, സിറ്റുവേഷൻ ആണ്. സോ ഇതൊരു ക്രിസ്മസ് സീസൺ ആണ്. ക്രിസ്മസ് സീസണിൽ നോറ ഷോപ്പിങ്ങിന് പോയിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഒക്കെ ആയിട്ട് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഈവ് ആണ് ശരിക്കും നടക്കുന്നത്. ഓക്കെ, അതിന്റെ ഒരു പോർട്ടർ ആ സമയത്ത് ക്രിസ്മസ് ട്രീ ഡെലിവറി ചെയ്യുന്നുണ്ട്, ഒരു ക്രിസ്മസ് ട്രീ അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. സോ ഷീ കംസ് വിത്ത് ഹാൻഡ് ഫുൾ ഓഫ് ഗിഫ്റ്റ്സ്. വരുമ്പോൾ ശരിക്കും നോറ കയറി വരുമ്പോഴത്തേക്ക് ടോവാൾഡ് സ്റ്റഡിയിൽ നിന്ന്, അതായത് സ്റ്റഡി റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അവരുടെ സ്റ്റുഡിയോ റൂം, അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവളെ ഗ്രീറ്റ് ചെയ്യുന്നു. ടോവാൾഡ് ആക്ച്വലി ഈ ഡ്രാമയിൽ ഉടനീളം നമ്മൾ നോക്കുവാണെങ്കിൽ ഹീസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി വിക്ടോറിയൻ മാസ്കുലിനിറ്റി. ഒരു ഓതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, ഹൈലി മോറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെയാണ് ടോവാൾഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. On the other hand, Nora is kind of a very obedient and subservient Victorian wife who is quite not scared of, who is definitely scared of the morality, scared of the social stigmas, social conventions, so social representations, all these kind of
ഹൈലി മോറലിസ്റ്റിക് സോഷ്യൽ കൺസ്ട്രക്ട്സ് ആർ ഓൾവേസ് ബോദറിങ് ഹർ. അതുകൊണ്ട് തന്നെ അവൾ വളരെ ഒബീഡിയന്റും വളരെ സബ്സർവിയന്റും ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ആക്ടിൽ കാണാൻ പറ്റുന്നത്. സോ അവളുടെ കയ്യിലുള്ള ഗിഫ്റ്റ്സ് എല്ലാം ഹസ്ബൻഡിനെ കാണിക്കുവാണ്, ടോവാൾഡിനെ കാണിക്കുവാണ്. ടോവാൾഡ് പെട്ടെന്ന് അവളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങുകയാണ്, ബിക്കോസ് ഷീ സ്പെൻഡ്സ് ടു മച്ച്, ബിക്കോസ് ഷീ ഹാസ് ബോർഡ് എ ലോട്ട് ഓഫ് ഗിഫ്റ്റ്സ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവന്റെ സ്വഭാവം മാറുന്നു. ഐ മീൻ ഹി കംസ് ബാക്ക് ടു നോർമൽ ആൻഡ് കോൾസ് ലിറ്റിൽ സ്കൈലാർക്ക് ആൻഡ് ലിറ്റിൽ സ്ക്വിറൽ. ഈ രണ്ട് ടേംസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് ദാറ്റ് ആക്ച്വലി ഷോസ് ഹിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പവർ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ്. ബൈ കോളിംഗ് ഹർ ലിറ്റിൽ സ്കൈലാർക്ക് അല്ലെങ്കിൽ ലിറ്റിൽ സ്ക്വിറൽ, എ കൈൻഡ് ഓഫ് എ ബെനവലന്റ് സെക്സിസം ഈസ് ആക്ച്വലി പ്രാക്ടീസ്ഡ് ബൈ ടോവാൾഡ് ഹിയർ. അതായത് വൈഫിനെ ഒരു എന്താ പറയുക, ഒരു പാവയെ പോലെ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു സബ്ജക്റ്റിനെ പോലെയാണ് ഇവിടെ ശരിക്കും ടോവാൾഡ് ട്രീറ്റ് ചെയ്യുന്നത്. ടോവാൾഡിന് അറിയാം ഷീ ഈസ് നോട്ട് ഗോയിങ് ടു റെസിസ്റ്റ് ഹിം, ഷീ ഈസ് നോട്ട് ഗോയിങ് ടു സർപ്പാസ് ഹിസ് റൂൾസ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഇവിടെ അവൻ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം നോറ തന്നെ പറയുന്നുണ്ട്, neither of them, like her husband or her father has treated her as a woman, independent woman, rather they both of them treated her as a doll. അതുകൊണ്ടാണ് ആ ഡോൾസ് ഹൗസ് എന്ന് പറയുന്ന ടൈറ്റിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ വളരെ മീനിങ് ഫുൾ ഇംപ്ലൈഡും ആയിട്ട് വരുന്നത്. Okay, the two of them celebrate the fact that Torvald has recently been promoted to bank manager, meaning they can have more comfortable life. Mr. Lind, Dr. Rank arrive. So ഇവിടെ മറ്റൊരു ഇവന്റ് കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അതായത് ടോവാൾഡിന് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ടോവാൾഡ് നൗ ബിക്കം എ ബാങ്ക് മാനേജർ. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അവർക്കുണ്ട്. ഈ പ്ലേയിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മണി ഈസ് എ ബിഗ് മാറ്റർ. ആക്ച്വലി മണി ഈസ് ആക്ച്വലി എ കൺട്രോളിങ് ആൻഡ് ഡിസൈഡിങ് ഫാക്ടർ ഹിയർ, ബിക്കോസ് മണിയാണ് പല കാര്യങ്ങൾക്കും പിറകില്, പല ഡിസിഷൻസിന്റെയും പുറകിലും പല സീക്രട്സിന്റെയും പുറകിലും വർക്ക് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലോജിക്കാണ്, അല്ലെങ്കിൽ മണിയാണ്. സോ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. അടുത്ത രണ്ട് ക്യാരക്ടേഴ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിസ്സിസ് ലിൻഡ് ആൻഡ് രണ്ടാമത്തെ ഡോക്ടർ റാങ്ക്. Dr. Rank and Torvald exit to talk in his study. Mrs. Lind, who hasn't seen Nora for 8 years, 8 വർഷമാണ് കേട്ടോ, tell her that she had an unhappy marriage and is now a widow hoping to find a job. Nora promises her that she will ask Torvald to give her a job. Nora then reveals a secret she has been hiding. സോ ഇവിടെ നടക്കുന്നത് ഡോക്ടർ റാങ്കും മിസ്സിസ് ലിൻഡും കൂടെ വരുന്നു. മിസ്സിസ് ലിൻഡ് ആക്ച്വലി ഒരു ഡിവോഴ്സിയാണ്, സോറി ഒരു വിഡോയാണ്. ഷീ ഹാഡ് ആൻ അൺഫോർച്ചുനേറ്റ് മാരേജ്. ഷീ ആക്ച്വലി മാരീഡ് എ വെരി റിച്ച് മാൻ long back, and in order to save her family from debt, she was actually forced to get married to a rich man and who is now dead. So she was also in an unhappy marriage. So Nora 8 വർഷത്തിന് ശേഷമാണ് മിസ് ലിൻഡിനെ കാണുന്നത്. മിസ് ലിൻഡ് അപ്പം പറയുവാണ്, അവരുടെ ലൈഫിനെ കുറിച്ച് പറയുവാണ്, ലൈക്ക് she is very desperate to have a job. So ലിൻഡ് നോറയോട് ചോദിക്കുന്ന ഒരു ജോബ് ഓഫർ ചെയ്യാൻ പറ്റുമെന്നാണ് ടോവാൾഡിനെ കൊണ്ട്, ബിക്കോസ് ടോവാൾഡ് is a bank manager. So in that bank, whether she has a job or not, that is what Mrs. Linde asked. Nora then reveals a secret she has been hiding. When she and Torvald were first married, she borrowed money in order to finance a trip to Italy that was necessary to save Torvald's life, as he had grown ill. She has paid off the debt in installments, secretly taking jobs and saving money from her allowance from Torvald. So ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ ഒരു പ്രോബ്ലം പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, നോറയുടെയും മിസ്സിസ് ലിൻഡന്റെയും കൂടെ സംഭാഷണത്തിന്റെ ഇടയിൽ. സോ വാട്ട് നോറ റിവീൽസ് ഈസ് ദാറ്റ് ഷീ ഹാഡ് ലെൻഡഡ് മണി ഫ്രം സമ്മൺ. ഇപ്പോൾ നമുക്ക് അറിയില്ല ആരുടെ കയ്യിലാണ് മേടിച്ചേക്കുന്നത്, ആരുടെ കയ്യിൽ നിന്നാണ് ലെൻഡ് ചെയ്തെന്ന് ലോൺ ചെയ്തെന്ന് അറിയത്തില്ല, പക്ഷെ ദാറ്റ് വിൽ ബി റിവീൽഡ് ലേറ്റർ. സോ ഷീ ഹാഡ് ബോറോഡ് മണി ഫ്രം സമ്മൺ, years back when they were married, newly married, in order to serve a purpose. Like she had to take her husband Torvald, because Torvald was struggling that time. He had no better job that time. So they very much wanted to have that money. So she borrowed the money, forging her father's signature. Her father is a rich man, and she forged her father's signature and actually borrowed money from the bank
in order to take Torvald to Italy, because Torvald was suffering from sickness, so he wanted to seek treatment there in Italy. So they did not have money. So without the knowledge of Torvald, Nora did all these things. അതിനുശേഷം നോറ അത് റീപേ ചെയ്തു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. വളരെ അത് ടോവാൾഡ് അറിയാതെ പല ജോലികളും ചെയ്ത് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ അത് തിരിച്ചടയ്ക്കുന്നുണ്ട്. സോ ദിസ് ഈസ് എ ബിഗ് point in this play, because this secret has been a defining factor all throughout the plot. ഇതാണ് ശരിക്കും നമ്മൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ഇവന്റിലേക്ക് നടക്കുന്ന ഒരു നയിക്കുന്ന ഒരു മേജർ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പ്ലോട്ട് എന്ന് അല്ല ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഈ ഒരു റെവിലേഷൻ ആണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ. Nils Krogstad, an employee at the bank, arrives and talks to Torvald in Torvald's study. Mr. Rank comes out to talk to Nora and says that Krogstad is morally corrupt. Torvald enters and, after a brief conversation with Mrs. Linde, says he can give her a job at bank. Torvald, Mrs. Linde, Dr. Rank exit and Nora plays happily with her children. So, അടുത്ത മൊമെന്റിൽ അല്ലെങ്കിൽ അടുത്ത കോഴ്സിൽ നടക്കുന്ന സംഭവം, നീൽ ക്രോക്സ്റ്റഡ് എന്ന് പറയുന്ന അടുത്ത ക്യാരക്ടർ, മേജർ ക്യാരക്ടറാണ്. അവര് സ്റ്റേജിലേക്ക് വരുവാണ്. ഹി കംസ് ടു നോറാസ് ഹൗസ്. ഹി ഈസ് എൻ എംപ്ലോയി അറ്റ് ദ ബാങ്ക് വെയർ ടോവാൾഡ് ഈസ് എ മാനേജർ. He arrives and he goes straight to Torvald's studio room, and they have a talk there. We don't know what they were talking at that point of time. So Dr. Rank comes out of Torvald's room and he talks to Nora, says that Krogstad is a morally corrupt man. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റാങ്ക് ടുവേർഡ്സ് നോറ, ബിക്കോസ് റാങ്ക് ഈസ് ആക്ച്വലി ഇൻ സീക്രറ്റ്ലി ലവ് വിത്ത് നോറ. secretly അല്ല, he has a crush with Nora, but Nora doesn't know that. And Rank is actually, as I have already mentioned, Rank is actually a dying person who has a morbid sickness. So he is very soon going to die. Okay. Torvald enters and, after a brief conversation with Miss Linde, says that he can offer her job. After Krogstad പോയതിനു ശേഷം ടോവാൾഡ് പുറത്തു വന്നിട്ട് ലിൻഡിനോട് പറയാണ്, മിസ് ലിൻഡിനോട് പറയാണ്, you can have a job at my bank. Okay, fine. Torvald and Miss Linde and Dr. Rank exit and Nora plays happily with her children. So ഇവിടെ നമ്മൾ നോറെ വളരെ ഹാപ്പി ആയിട്ട് കുട്ടികളോട് കളിക്കുന്ന നോറയാണ് കാണുന്നത്. പക്ഷേ ഇതിനുശേഷം things are going to get a little gray. There are things that are going to be unfavorable things and unhappy things are going to happen. So ഈ ഒരു മൊമെന്റിലാണ് നമ്മൾ നോറയെ ലാസ്റ്റ് ഹാപ്പി ആയിട്ട് കാണുന്നത്. Krogstad enters and Nora tells the children to go to their nursemaid and not tell anyone about Krogstad visit. Again Krogstad comes and Torvaldum, Miss Lindeയും ഡോക്ടർ റാങ്കും ഒക്കെ പോയി. അവരാരും ഇല്ല വീട്ടിൽ. ഇപ്പം ആക്ച്വലി ഉള്ളത് നോറയും കുട്ടികളും മാത്രമാണ്. സോ അപ്പോഴാണ് Krogstad വരുന്നത്. Krogstad actually comes with a purpose, and by this thing, by the behavior of Nora, we know that Krogstad is much known to Nora. He's familiar to Nora. It is revealed that Krogstad is the person from whom Nora actually borrowed the money. He explains that he is being fired by Torvald and that Nora must stop this happening, or else Krogstad will tell everyone her secret. So he adds that he has evidence that Nora forged her father's signature in an IOU. Krogstad exits and Torvald returns. Nora tries to persuade him not to fire Krogstad, but is unable to. Actually, Krogstad വരുന്നത് ശരിക്കും നോറയോട് സംസാരിക്കാനാണ്. ബിക്കോസ് അതിനു മുമ്പ് നമ്മൾ ക്രോക്സ്റ്റഡും ടോവാൾഡും തമ്മിലുള്ള സംഭാഷണത്തിൽ അവർ തമ്മിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ the thing is that Krogstad is going to be fired from the bank, and it is being done by Torvald. Torvald is the one who fires Krogstad. So Krogstad comes straight to Nora and tell that I know your secret. This secret actually, Krogstad is a character in this secret, her secret monetary affair. So നോറയോട് ക്രോക്സ്റ്റഡ് പറയാണ്, if you are not going to help me out on this situation to get out safely, if you are not going to stop my suspension by inspiring or pursuing your husband, I will reveal everything to Torvald. So ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ മൊമെന്റ് ഓഫ് റൈസിംഗ് മൊമെന്റ് വരുന്നത്, ഒരു കോംപ്ലിക്കേഷൻ വരുന്നത്, ഫസ്റ്റ് കോംപ്ലിക്കേഷൻ സംഭവിക്കുന്നത്, പ്രോബ്ലം ബിഗിൻ ചെയ്യുന്നത്. So he explains that he is being fired and Nora must stop him
stop his husband from firing him. സോ ഈ ഒരു സീക്രട്ട് വെച്ചിട്ട് നോറേനെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ് ഇവിടെ ക്രോക്സ്റ്റഡ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത് ശരിക്കും ഈ ലോൺ എടുത്തത് ആക്ച്വലി നോറയുടെ ഫാദറിന്റെ സിഗ്നേച്ചർ ഫോർജ് ചെയ്തിട്ടാണ് ലോൺ എടുത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നോറ അതിനുശേഷം ക്രോക്സ്റ്റഡ് പോയും, പക്ഷെ അതിനുശേഷം ടോവാൾഡ് വീണ്ടും തിരിച്ചു വരും. അപ്പൊ നോറ ട്രൈസ് ടു പെർസ്യൂഡ് ഹിം നോട്ട് ടു ഫയർ ക്രോക്സ്റ്റഡ്, ബട്ട് ആക്ച്വലി ടോവാൾഡ് ഈസ് വെരി മച്ച് stubborn and he doesn't listen to Nora. സോ ആക്ട് 2 ഇതാണ് ഫസ്റ്റ് ആക്ടിൽ നടക്കുന്നത്. ഇത്രയാണ് ഫസ്റ്റ് ആക്ടിൽ നടക്കുന്നത്. ആക്ട് 2ലേക്ക് വരുമ്പോൾ ആക്ട് 2 ബിഗിൻസ് ദ നെക്സ്റ്റ് ഡേ ഓൺ എ ക്രിസ്മസ് ഡേ. Nora alone on stage worries about her fate. Mrs. Linde arrives to help Nora sew her costume for a fancy dress ball that is being held on Boxing Day. Nora is dressing as an Italian fisher girl and plans on dancing the tarantella. Okay, Mrs. Linde asks to know more about Nora's secret, but Nora refuses to tell her anything for the moment. ഓക്കെ, സോ ഇവിടെ ആക്ട് 2 തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്മസ് ഡേ ആണ്. ഇറ്റ്സ് ഓൺ ക്രിസ്മസ് ഡേ. നോറ ഈസ് alone on the stage and she is very much worried about what is going to happen. സോ ഇവിടെ കുറെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒറിജിനൽ പ്ലേ വായിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നോറയുടെ മൈൻഡിലൂടെ പോകുന്ന കുറെ റിഫ്ലക്ഷൻസും കണ്ടംപ്ലേഷൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വാട്ട് ഷുഡ് വി ഡു, ഐ മീൻ വാട്ട് ഷുഡ് ഷി ഡു എന്നുള്ള പറയുന്ന കാര്യത്തെക്കുറിച്ച് ആ മോറൽ സ്റ്റിഗ്മയുടെ ഒരു ഹൈ എക്സ്റ്റെന്റ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് നോറ ആക്ച്വലി ഡിസൈഡ്സ് ടു കമ്മിറ്റ് സൂയിസൈഡ് ബിക്കോസ് ഷീ തിങ്സ് ദാറ്റ് ഇഫ് Torvald comes to or gets to know about this thing, he will definitely help her, but at the same time it will actually spoil his reputation. It will actually put him in trouble. His job will be also in trouble. So a lot of things are going to be followed by this revelation if Krogstad is not stopped. പക്ഷേ അത് ആ റിഫ്ലക്ഷൻസ് ഒക്കെ ഈ ഒരു മൊമെന്റിൽ നമുക്ക് ഡ്രാമയിൽ കാണാൻ പറ്റും. അവരുടെ ഇന്നർ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ കാണാൻ പറ്റും. മിസ്സിസ് ലിൻഡെ അറൈവ്സ്. അപ്പോൾ അതിനുശേഷം മിസ്സിസ് ലിൻഡെയാണ് അടുത്ത ക്യാരക്ടർ സ്റ്റേജിലേക്ക് വരുന്നത്. ഷീ കംസ് ആക്ച്വലി ടു ഹെൽപ്പ് ഹർ Nora to choose a new costume, I mean to wear a new costume, which is actually for a Boxing Day, I mean Boxing Day celebration. So when Linde വരുമ്പോൾ Nora is found with her costume, a fancy dress ball. ഒരു fancy dress ballന് പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. So Nora actually, Mrs. Linde actually helps her to wear this dress. Nora is dressing as an Italian fisher girl. So Nora is actually dressing as an Italian fisher girl in this fancy dress ball and plans on dancing the tarantella. This tarantella is very important. This is a dancing style. It's kind of a very freakish dancing style, very powerful, power-packed and very fast-moving dancing steps. Like not the kind of a very classical thing, but it's kind of a very frenzy, very energetic kind of dancing. Tarantella, it's an Italian kind of dancing, so this is also an important symbol. We will see to that its symbolic significance sooner. So she is going to dance the Tarantella. Mrs. Linde asks to know more about Nora's secret, but Nora refuses to tell her anything for the moment. So നോറയോട് വീണ്ടും Mrs. Linde ചോദിക്കുന്നുണ്ട് what is actually the secret and what is the content of the secret. She knows already what is the secret, but she doesn't know who are the characters in that secret. So Torvald enters and Nora tries again to convince him not to fire Krogstad. However, the harder Nora tries, the angrier Torvald gets, and he eventually decides to send Krogstad notice immediately. So Nora വീണ്ടും ടോവാൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ടോവാൾഡ് is not that kind of a person who will be convinced by her his wife, or who will be confined to her the decisions of her wife. Rather, he is kind of a powerful, I mean very masculine alpha male man. He gets more angry the more when she actually tries harder, and finally Torvald immediately ആ ഫയറിംഗ് നോട്ടീസ് അല്ലെങ്കിൽ ആ സസ്പെൻഷൻ നോട്ടീസ് അയക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. So Dr. Rank arrives and is depressed, telling Nora he will die soon. So ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഡെഫിനറ്റ് ആയിട്ടും അയാൾ മരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് ഡോക്ടർ റാങ്കിന്. So she flirts with him and seems to be considering whether to ask him for money. So ഇവിടെ Nora actually tries to flirt with Dr. Rank
because she wants to have money, and she's thinking about asking money, but at the same time, he reveals that he is in love with her, and Nora gives up the idea of asking him for help. So Nora, Dr. Rang's revelation actually shocked avana. Nora never thought that he keeps a kind of a crush on her. Dr. Rang leaves and Crockstead returns, asking if Nora had told Torvald her secret and telling her his ambition to eventually run the bank. So അടുത്ത ഇൻസ്റ്റന്റ് ആയിട്ട് ഡോക്ടർ റാങ്ക് പോയി കഴിയുമ്പോൾ തന്നെ ക്രോക്സ്റ്റഡ് വരുന്നു. ക്രോക്സ്റ്റഡ് റിട്ടേൺസ് ആൻഡ് ക്രോക്സ്റ്റഡ് ആസ്ks Nora whether she had been successful in seizing the suspension, but Nora പറയുന്നു it has not happened that way. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ക്രോക്സ്റ്റഡ് പറയുന്നത് what is his actual plan. He wants to stay back with the bank, and he finally looks at the possession of Torvald. Torvald is a manager, so he wants to run the bank. So if he gets fired, all his plans will be spoiled. He leaves a letter explaining the secret debt and forgery in Torvald's letterbox and exits. Mrs. Linton returns and Nora explains the situation to her. So ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ക്രോക്സ്റ്റഡിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോറ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ക്രോക്സ്റ്റഡ് is not going to listen to Nora. He doesn't confine to her words. So ക്രോക്സ്റ്റഡ് അൾട്ടിമേറ്റ്ലി ഒരു ലെറ്റർ എഴുതിയിട്ട് ലെറ്റർ ബോക്സിൽ ഇടുവാണ്. ടോവേൾഡിന്റെ ലെറ്റർ ബോക്സിൽ ഇടുവാണ്. ആ ലെറ്ററിന്റെ അകത്ത് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്, സീക്രട്സ് എല്ലാം പറഞ്ഞ് ഉള്ള ഒരു ലെറ്റർ ആണ് അതിലിടുന്നത്. സോറി. Okay, Mrs. Linton returns and Nora explains the situation to her. Mrs. Linton tells Nora that she and Crockstead used to be in love, and asks that Nora distract Torvald while Mrs. Linton attempts to talk to Crockstead. Mrs. Linton leaves and Nora begs Torvald to help her rehearse the tarantella. She dances in a crazy, uninhabited way, puzzling Torvald about what has gotten into her. Miss Linton returns, saying Crockstead was not in, but that she left him a note. The act ends with Nora declaring that she has 31 hours left to leave. So ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ക്രോക്സ്റ്റഡ് പോയതിനു ശേഷം മിസ് ലിൻഡ വരുന്നു. മിസ് ലിൻഡയോട് നോറ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുവാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട്. സോ അപ്പോഴാണ് മിസ് ലിൻഡ പറയുന്നത് ആക്ച്വലി ക്രോക്സ്റ്റഡ് വാസ് ഇൻ ലവ് വിത്ത് ഹർ. they were ex-lovers. So Linda പറയാണ് I can help you because I can pursue. I can actually influence him. I can persuade him not to reveal these facts. സോ ആ ഒരു പ്രോമിസ് അവിടെ ലിൻഡ കൊടുക്കുവാണ്, മിസ്സസ് ലിൻഡ നോറയ്ക്ക് കൊടുക്കുവാണ്. അപ്പൊ നോറയോട് പറയാണ് യു ഷുഡ് നോട്ട് അലൗ ടോവൽ ടു ചെക്ക് ദ മെയിൽ ബോക്സ് ബിക്കോസ് ക്രോക്സ്റ്റഡ് ഹാസ് ഓൾറെഡി പുട്ട് എ ലെറ്റർ ഇൻ ദ മെയിൽ ബോക്സ്. സോ ടോവൽഡ് മെയിൽ ബോക്സിൽ പോയി ചെക്ക് ചെയ്യുവാണെങ്കിൽ ക്രോക്സ്റ്റഡിന്റെ ലെറ്റർ കിട്ടും. അപ്പൊ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നോറയോട് ടോവാൾഡിനെ എങ്ങനെയും ഡിസ്ട്രാക്ട് ചെയ്യാൻ പറയണം. അങ്ങനെ ടോവാൾഡ് തിരിച്ചു വരുമ്പോൾ നോറ ടോവാൾഡിനെ കൊണ്ട് ഡാൻസിങ് റിഹേഴ്സൽ നടത്തിക്കുവാണ്. സോ ഷീ ഡാൻസസ് ഇൻ എ ക്രേസീഡ് അൺഇൻഹാബിറ്റഡ് വേ, പസ്ലിംഗ് ടോവാൾഡ് അബൌട്ട് വാട്ട് ഹാസ് ഗോട്ടൻ ഇൻ ടു ഹെർ. സോ ഇവിടെ ശരിക്കും ഈ ഒരു ഡാൻസ് സീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അതിലൊരു സെൻട്രൽ സീനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെയാണ് ശരിക്കും നോറ എങ്ങനെയാണ് നോറയെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. നോറ വാസ് എ വിമൻ. ഞാൻ ആദ്യം പറഞ്ഞു നോറ ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ വി ഫൈൻഡ് ഹർ ആസ് എ വെരി ഒബീഡിയന്റ്, വെരി സബ്സർവിയന്റ്, ജെന്റിൽ, good conducted and very much adhesive girl towards all these moral principles and the expectations of society. പക്ഷെ when she comes to this dance, come to this point where she can dance tarantella, because this dance is a very different kind of dance where she can express her energy at its fullest form. So this is a kind of a way out for her. This is a kind of a way out to ventilate her feelings and emotions and express herself. So അതുകൊണ്ട് തന്നെ when she gets that chance, she becomes very crazy. She becomes feels like an uninhabited. She's very much like possessed. ഒരു ബാധ കയറിയതുപോലെ ഷീ ഡാൻസസ് ലൈക്ക് എനിത്തിങ് there, and it actually puzzles Torvald because he thinks that what might have caused her to dance like this, because she does it very powerfully, she does it very fast. സോ അത് നമ്മുടെ ആ ഒരു പോയിന്റ് ഈസ് ആക്ച്വലി നോറയുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം നോറയുടെ ലൈഫിൽ നോറ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നോറയുടെ ഫ്രസ്ട്രേഷൻസ് എങ്ങനെയാണ് അവർ വെന്റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ സബ്ജക്ടിവിറ്റി എങ്ങനെയാണ് അവർ പുറത്തെടുക്കുന്നത് എന്നുള്ളൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും.
മിസ് ലിൻഡെ റിട്ടേൺസ് സെയിങ് ക്രോക്സ്റ്റഡ് വാസ് നോട്ട് ഇൻ. അപ്പൊ മിസ് ലിൻഡെ തിരിച്ചു വന്നിട്ട് നോറയോട് പറയാണ് ക്രോക്സ്റ്റഡിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, പക്ഷേ ഷീ ഹാസ് ലെഫ്റ്റ് എ നോട്ട് ഫോർ ഹിം. The act ends with Nora declaring that she has 31 hours left to live. So ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഒരു അൺസർട്ടനിറ്റിയിലാണ് ആക്ട് 2 അവസാനിക്കുന്നത്, where Nora is left in the stage and she is thinking that she has left only 31 hours to live. Okay, that's a very crucial moment. When Act 3 begins, the 3 opens on the next day. Crockstead comes to meet Mrs. Linde at the Helmer's house, where while they are at the ball, it is revealed that the two of them. One second. It is revealed that the two of them once loved each other, but that their relationship ended when Mrs. Linde chose to marry a rich man because that was the only way to support her family. Mrs. Linde suggests that now that their respective spouses have both died, she and Crockstead marry so that she can take care of his children and they can live a happier life together. Crockstead is thrilled and offers to ask for his letter to Torvald back, as he now regrets his earlier actions. Mrs. Linde, however, tells him to leave it, saying that the truth must come out. ഓക്കെ, സോ ഇവിടെ അടുത്ത ദിവസം ആക്ട് 3-ല് മിസ്സിസ് ലിൻഡയും നോറയും ടോവാൾഡും ദേ ഹാവ് ലെഫ്റ്റ് ഫോർ ദി ബോൾ ഡാൻസ്, ആൻഡ് ക്രോക്സ്റ്റഡും മിസ്സിസ് ലിൻഡയും ഹെൽമർ ഹൗസിൽ വെച്ച് മീറ്റ് ചെയ്യുവാണ്. അവിടെ വെച്ചിട്ടാണ് ശരിക്കും മിസ്സിസ് ലിൻഡ പറയാണ്, സോ നമുക്ക് വീണ്ടും വേണമെങ്കിൽ വിവാഹം ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ രണ്ടുപേരും ഇപ്പം നമുക്ക് രണ്ടുപേർക്കും പാർട്ട്നേഴ്സിനെ നഷ്ടപ്പെടുന്നു, വിഡൗഡ് ആണ് നമ്മൾ രണ്ടുപേരും. സോ വി ക്യാൻ ആക്ച്വലി തിങ്ക് ഓഫ് ഗെറ്റിംഗ് മാരീഡ് അഗെയിൻ. ഇത് കേൾക്കുമ്പോൾ ക്രോക്സ്റ്റൺ ആക്ച്വലി ത്രിൽഡ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ലവ് അഫെയർ ഫുൾഫിൽ ചെയ്യാതെ പോയത്. കാരണം ലിൻഡെ ഹാഡ് നോ അതർ ചോയ്സ് റാദർ ദാൻ ടു മാരി എ റിച്ചർ മാൻ ടു സപ്പോർട്ട് ഹർ ഫാമിലി. സോ അവരുടെ ഒരു റീയൂണിയന്റെ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് ലിൻഡെ പറയുമ്പോൾ Crockstead actually gets very excited and happy because Linde says that I can take care of children and we can live happily together. പക്ഷേ ലിൻഡെ മറിച്ചൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. You have to take back that letter which you have written to Torvald and you should not again blackmail Nora. So he actually Torvald Crockstead actually ഈ ഒരു സമയത്ത് റിഗ്രറ്റ് സംഭവിക്കുകയാണ്. അദ്ദേഹം thinking about what he has done, the gravity of what he has done. So he is thinking to reverse his decision, പക്ഷേ at the same time it has been too late. Finally Miss Linde പറയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, so let us leave it for the future. Let us see what is going to happen. Let the truth come out in whatever ways എന്ന് പറഞ്ഞിട്ട് അവർ ലീവ് ചെയ്യുവാണ്. Okay. Crockstead leaves Nora. One second. Okay. Crockstead leaves and Nora and Torvald return from the ball. Mrs. Linde urges Nora to tell her husband the truth, and then she leaves as well. So Crockstead പോകുന്നു, നോറയും ടോവാൾഡും തിരിച്ചു വരുന്നു, മിസ് ലിൻഡെ അവിടെ വീട്ടിലുണ്ട്. So she urges Nora to tell her husband the truth. പക്ഷെ നോറയ്ക്ക് ഒരിക്കലും ട്രൂത്ത് പറയാൻ പറ്റില്ല. Torvald tells Nora how much he desires her, but Nora suddenly resists his advances. Dr. Rank arrives and talks happily about how much he enjoyed the party, especially the wine. He leaves and Torvald discovers 2 visiting cards that Dr. Rank put in his letterbox, indicating that he is about to die. Okay, ഇവിടെ ലിൻഡ പോയതിനു ശേഷം ടോവാൾഡ് നോറയും തമ്മിലുള്ള വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി ടോവാൾഡ് പറയുന്നത്, because Torvald is very much fascinated by the dance of Nora in the party. So Torvald says that I desire for you because you performed quite well, and he is trying to approach Nora. But Nora is a resistive, because Nora is not in a kind of a mental state to appreciate that love. So apparana Dr. Rank വരുന്നത്. Dr. Rank arrives. Dr. Rank also says that the party was really nice, great party. So he also enjoyed a lot, and he has left 2 notes. He has left 1 note in letterbox. ഈ ഒരു സമയത്താണ് ശരിക്കും ടോവാൾഡ് looks at the letterbox and finds these 2 notes. In one of them ഡോക്ടർ റാങ്കിന്റെ കൺഫെഷൻ ആണ്, അതായത്
വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു ഹിം എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത് ശരിക്കും ക്രോക്സ്റ്റഡിന്റെ ലെറ്റർ ആണ്. ഓക്കെ, നൗ where is it? Okay, Nora says good night to Torvald and sneaks out to the hall and preparing to escape and commit suicide. So ഈ ഒരു സമയത്ത് നോറ അവിടെ നിൽപ്പുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട്. So Nora knows that things are going to be at its peak. It's going to get revealed and bursted out. So she is even thinking about committing suicide because she thinks that if Torvald comes to know about this, Torvald will be in great trouble. His job will be in great trouble. അപ്പോഴും നോറ ചിന്തിക്കുന്നത് ശരിക്കും ടോവാൾഡ് അവളെ ബ്ലെയിം ചെയ്യുന്നല്ല, മറിച്ച് ടോവാൾഡ് വിൽ കം ഫോർവേഡ് ആൻഡ് ഡിഫെൻഡ് ഹർ എന്നാണ്. കാരണം ഷീ ഡിഡ് ഇറ്റ് ഓൾ ഫോർ ഹർ ഹസ്ബൻഡ് സേഫ്റ്റി, ഫോർ ഹർ ഹസ്ബൻഡ്സ് ഹെൽത്ത് ട്രീറ്റ്മെന്റ്, ഹെൽത്ത് എക്സ്പെൻസസ്. സോ ഇറ്റ് വാസ് എ നോബിൾ കോസ്. അത് മനസ്സിലാക്കുമെന്നാണ് ശരിക്കും നോറ വിശ്വസിക്കുന്നത്. പക്ഷെ ടോവാൾഡ് റെസ്പോൺസ് ഇസ് ക്വയറ്റ് പാസീവ്. ദാറ്റ് ഇസ് ക്വയറ്റ് സ്റ്റണ്ണിങ്. Okay, she even thinks about committing suicide in order to escape from this moment. However, Torvald stops her, having discovered the letter from Krogstad. He is furious with her, saying she has ruined his life, and that although they will keep living together to preserve appearances, they cannot be happy, and he won't let her raise their children. So ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ടോവാൾഡ് റെസ്പോൺസ് ഞാൻ പറഞ്ഞ പോലെ വളരെ പാസീവ് റെസ്പോൺസ് ആണ്, വളരെ ക്രൂവൽ ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇറ്റ് വാസ് quite against her expectations. Torvald says that she has ruined his life. അതുപോലെ തന്നെ what is okay, he actually doesn't love her anymore, and even though they will live together, they will be together for the sake of society, for the sake of people, for the sake of appearance. They cannot live happily, and he will take their children to somebody else because Torvald പറയാണ് she is like a big liar, she is like very fake, so she cannot be a model mother. I mean, she cannot be a good mother to their children. So he will be taking their children and being given to somebody else to raise. സോ ഈ ഒരു ഡയലോഗ് ഇവിടെ കുറെ ഹീറ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട്. അത് ഭയങ്കരമായിട്ടും നോറനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നോറയെ വളരെ സർപ്രൈസിങ് ആക്കുന്ന കുറെ ഡയലോഗ്സ് ആണ്. ഹൗ ഫാർ how adversely her husband has understood her എന്നുള്ള ഒരു റിയാലിറ്റി, ഒരു റിയലൈസേഷൻ ശരിക്കും നോറയ്ക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഡയലോഗ്സിലൂടെയാണ്. ബിക്കോസ് ടോർവാൾഡ് is totally speaking from his side. He doesn't try to understand her feelings, her emotions, her reasons. So he works only on his fame, his pride, and his advantages in life. So that's quite shattering for Nora to understand and to take. So the maid brings a note from Krogstad saying that Krogstad no longer wishes to blackmail Nora, and all those documents are also enclosed here. Torvald rejoices, saying he is saved and that he forgives Nora. സോ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഇവന്റ് സംഭവിക്കുകയാണ്. മെയ്ഡ് ക്രോക്സ്റ്റഡിന്റെ രണ്ടാമത്തെ ലെറ്റർ കൊണ്ടുവന്നു. ആ ലെറ്ററിൽ ക്രോക്സ്റ്റഡ് കൺഫസ് ചെയ്യുവാണ്, ഐ എം നോട്ട് ഗോയിങ് ടു പ്രൊഡ്യൂസ് ദീസ് ഡോക്യുമെന്റ്സ്, ഐ എം നോട്ട് ഗോയിങ് ടു ബ്ലെയിം എനിവൺ, സോ ഐ എം റിട്രൈവിംഗ് മൈ കംപ്ലൈൻറ്റ്സ്, ഐ എം റിസർവിംഗ് മൈ കംപ്ലൈൻറ്റ്സ്, ഐ ഡോണ്ട് ടേക്ക് ഇറ്റ് ടു എനിവൺ. ഇത് കേൾക്കുമ്പോൾ ക്രോക്സ്റ്റഡിന് മനസ്സിലായത് പ്രോബ്ലം ഈസ് ആക്ച്വലി സോൾവ്ഡ്. സോ ക്രോക്സ്റ്റഡ് becomes very calm. He comes from the high mood to very, very pleasant mood. And he now tries to convince Nora that whatever he has said is actually of a movement. Actually, it actually came from his emotional excitement. പക്ഷേ that actually doesn't sell to Nora. നോറയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നോറ has taken too much insult from Torvald now, so she cannot understand that justifications he is going to give. However, Nora reveals that she was going to kill herself because she thought that Torvald would step forward and defend her, ruining his life and career. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, so her thought was all about how greatly her husband will defend her, but that was quite opposite happened. അതുകൊണ്ട് തന്നെ നോറയ്ക്ക് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ ബിഗ് ഷോക്ക്. ഷീ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഷീ ഹാസ് റിയലൈസ് ദാറ്റ് ഷീ ക്യാൻ നോ ലോങ്ങർ ലീവ് വിത്ത് ടോർവാൾഡ്, whom she considered to be a stranger to her, and wishes to leave in order to discover a sense of who she is. സോ ഇവിടെ നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്ന് വെച്ചാൽ ടോർവാൾഡിന്റെ ഒരു
ക്യാരക്ടറാണ്. ടോവാൾഡ് എത്രത്തോളം ഇൻഡിഫറന്റ് ആണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ടോവാൾഡ് എങ്ങനെയാണ് നോറയെ കാണുന്നതെന്നും ടോവാൾഡിന്റെ കൺസെപ്റ്റ് ഓഫ് വിമൻഹുഡ് എന്താണെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ their റിലേഷൻഷിപ്പ് ഹൗ ഇംബാലൻസ്ഡ് ദ പവർ ഈസ് ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ടോവാൾഡ് ഈസ് വെരി മച്ച് പ്രിവിലേജ്ഡ്. ഹി ക്യാൻ സ്പീക്ക് എനിത്തിങ് ടു നോറ ആൻഡ് ഹി ക്യാൻ ടേക്ക് ബാക്ക് ദോസ് വേർഡ്സ് ആൻഡ് ഹി ക്യാൻ ആസ്ക് ടു ടേക്ക് ബാക്ക് ദോസ് വേർഡ്സ് ആൻഡ് ഹി ക്യാൻ ന്യൂട്രലൈസ് എനിത്തിങ്. ദാറ്റ് ഈസ് വാട്ട് ഹി തിങ്സ്. പക്ഷേ ആ ഒരു ഇൻസൾട്ട് ദാറ്റ് കനോട്ട് ബി ടേക്കൺ ബാക്ക്. മുമ്പായിരുന്നെങ്കിൽ നോറ ഒരുപക്ഷെ ഫോർഗീവ് ചെയ്യുമായിരുന്നു. പക്ഷെ നോറ ഹാസ് ഹാഡ് എ റിയലൈസേഷൻ ഔട്ട് ഓഫ് ഓൾ ദീസ് സിറ്റുവേഷൻസ്, ഓൾ ദീസ് ടേർമോയിൽസ്. ഷീ ഹാസ് ഡെവലപ്ഡ് എ കൈൻഡ് ഓഫ് എ വെരി ഡിഫെൻസീവ് personality, subjectivity. She has come back to think about herself, what she is. So അവള് പറയാണ്, I can no longer live with Torvald because after he is very much exposed. അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ റിയാലിറ്റി എക്സ്പോസ് ചെയ്തു. So she cannot understand or she cannot adjust with such a person who has no idea about her. അതുപോലെ തന്നെ she tells that he feels very strange to her. So Torvald at first calls her stupid and insane before changing his tone and promising to change so that she will stay. പക്ഷേ അതിനുശേഷം ടോവാൾഡ് പറയണം, യു ക്യാൻ സ്റ്റേ വിത്ത് us, I will take back all the words എന്ന് ടോവാൾഡ് പറയുന്നുണ്ട്. പക്ഷേ നോറ is not convinced by any of these statements. Nora says that this is not going to change anything. I had enough, so I am going to make this decision. I am going to leave this house. You have to take care of everything. Nora resolute says she must leave. She is resolute. She says that I am not going to fall for your words. നമ്മൾ ഈ ഡ്രാമയുടെ ആദ്യം തന്നെ കാണുന്നുണ്ട് സ്ക്യൂരൽ എന്ന് വിളിക്കുന്നതും ഡോളിന്റെ മറ്റ് അബ്രിവേഷൻസ് ആഡ്ജറ്റീവ്സ് ഉപയോഗിച്ച് നോറയെ വിളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ നോറ ഹാസ് ബിക്കം she has grown out of her doll nature. She has grown out of the doll and she has become the real woman now. So she takes a decision now. Torvald is left alone on stage in despair. The play ends with the sound of the slam of the front door as Nora exists. So Nora exit ചെയ്യുന്ന ആ ഒരു സീനിലാണ് ശരിക്കും ഈ ഒരു പ്ലേ അവസാനിക്കുന്നത്. She opens the door and she leaves. ഈ ഒരു ക്ലൈമാക്സ് വാസ് വെരി സെൻസേഷണൽ ബിക്കോസ് നൺ ഓഫ് ദി ഡ്രാമാസ് വി ഫൈൻഡ് in Victorian period had such a kind of a very abrupt, very stunning and very shocking climax where the women take a decision and leaves, where the man is in trouble because women has taken a decision. So അതാണ് ഈ ഡ്രാമയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നമുക്ക് മോഡേണിസ്റ്റ് ഒരു ഡ്രാമയായിട്ട് നമുക്ക് പറയാൻ പറ്റും. കണ്ടന്റ് വാസ് ക്വയറ്റ് ഡിഫറെന്റ്. Content was quite odd and quite new to the audience of that time, and the play was not as an open-ended play. See, she leaves. We do not know what is going to happen. It did not have a proper conclusion. Rather, it is left for the spectators to think on various positions, like the position of Torvald, the position that has taken by Nora. So these kind of open-endedness was also has also made this play wonderful piece of artwork, thoughtful and wonderful piece of artwork. So that is a briefly summarized form of the play, Doll's House. I will share with you this document, and I also have a very detailed summary of the play also, if you find time, because you might not find time to read the whole text. If you find time, you read both the summaries, the detailed summary also. Some of the points in detailed summary could not be made into this because that's quite a big drama. So we will go to the analysis now. I will project another slide. ഈ സമ്മറിയെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? വേറൊരു നോട്ട് കൂടി ഉണ്ട് ഇതിൽ. ഈ നോട്ടിൽ ഞാൻ കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് ഇതിന്റെ സമ്മറി കൊടുത്തിട്ടുണ്ട് ഇൻ ബുള്ളറ്റ്സ്. പക്ഷെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് റീഡ് ചെയ്ത് പറഞ്ഞത്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹോൾ സ്റ്റോറി തന്നെയുണ്ട്, അതിനെ ബുള്ളറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് ഓടിച്ചു നോക്കണമെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഹെൽപ്ഫുൾ. ഓക്കെ, ഫൈൻ. Okay, about the climax, according to critic Everest Pynchon, Nora is the richest, most complex female dramatic characters in Shakespeare's heroines.
Feminist critic Kate Millett has argued in Sexual Politics, Ibsen was the first dramatist since the Greek to challenge the myth of the male dominance. Okay. Okay, going to the symbols in this play, there are some of the very relevant symbols. First one, money ആണ്. Money is an important determiner of the character behaviors and life. See, ഞാനത് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മണി ഈസ് എ മേജർ ഫാക്ടർ ബിക്കോസ് ഒരു ബോറോയിങ് ആണ് ശരിക്കും ഈ പ്ലേയുടെ. ടൊവാൾഡിന് വേണ്ടി നോറ ക്രോക്സ്റ്റഡിനെ കൊണ്ട് ചെയ്യുന്ന ഒരു ഫ്രോഡ് ബോറോയിങ് ആണ് ശരിക്കും ഈ പ്ലേയുടെ ഒരു ക്രസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്. അതായത് മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മണി പ്ലേസ് എ ബിഗ് റോൾ ഇൻ ദിസ് പ്ലേ ആൻഡ് ദേ ആർ ഓൾ സഫറിങ്. ഓൾ ദീസ് ക്യാരക്ടേഴ്സ് ആർ സഫറിങ് ഇൻ വൺ വേ ഓർ അതർ. ക്രോക്സ്റ്റഡ് ആവട്ടെ, മിസ്ലിൻഡെ ആവട്ടെ, അല്ലെങ്കിൽ ക്രിസ്റ്റൻ, മിസ്ലിൻഡയുടെ പേരാണ് ക്രിസ്റ്റൻ കേട്ടോ, അവരാവട്ടെ, എല്ലാവരും സ്ട്രഗ്ലിംഗ് ആണ് ഫോർ മണി. ആൻഡ് മണി ഈസ് ആക്ച്വലി വാട്ട് their dreams are of. They are all dreaming of promotion. And why they are dreaming of promotion? Because they want to have a better life. They want to earn more money. Birds, the various names of birds Torvald uses to call Nora parallels his attitude. Nora is a caged bird, like a squirrel nu vilikkunnundu, parrot nu vilikkunnundu. So these all terms are actually words that denotes situation of Nora, how caged she is, how she is treated. She is always treated like, ഞാൻ പറഞ്ഞ ഒരു benevolent sexism ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ക്രിസ്മസ് ട്രീ മറ്റൊരു സിമ്പിൾ ആണ്. ക്രിസ്മസ് ട്രീ is delivered in Nora's flurry of excitement for Christmas. It symbolizes family happiness and unity, as well as the joy Nora takes in making her home pleasant and attractive. So ക്രിസ്മസ് ട്രീ ആദ്യം നമ്മൾ കാണുന്നത് വളരെ അവരുടെ ഫാമിലിയുടെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എക്സ്പീരിയൻസിനെയാണ് കാണിക്കുന്നത് ക്രിസ്മസ് ട്രീ. പക്ഷേ സെക്കൻഡ് ആക്ടിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്മസ് ട്രീ തന്നെ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതായത് അവരുടെ ഫാമിലി ഇമോഷണൽ കോണ്ടെക്സ്റ്റ് മാറിയതിനനുസരിച്ച് അത് പ്രോപ്സിലും റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Macaroons actually, macaroons symbol of her resistance against Torvalds. Macaroons നോറ എപ്പോഴും കഴിക്കുന്നതാണ്. പക്ഷെ നോറയോട് ടോവാൾഡ് പറയുന്നുണ്ട് ഡോണ്ട് ഈറ്റ് മാക്രോൺസ്. പക്ഷെ നമ്മൾ ആദ്യത്തെ സീനിൽ തന്നെ കാണുമ്പോഴും നോറ secretly eats macaroons. So it's a kind of a part of resistance of her. Tarantella, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, it's a very important symbol actually. A southern Italian dance which is famous for its fast moving steps and wild and stormy movements. It involves loud voices and passionate expressions. Nora practicing it refers to her state of mind in a trapped marriage and her want for freedom. സമ്മറിയിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറണ്ടല്ല ഡാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൊമെന്റ് ഫോർ ഹർ ടു എക്സ്പ്രസ് ഹെർസെൽഫ്. ഇറ്റ്സ് വെയർ വി ഫൈൻഡ് ഹെർസെൽഫ് doing perfectly what she is doing without any burden of society, without any burden of morality. സൊസൈറ്റിയുടെ മൊറാലിറ്റിയും ഒന്നും ഒരു ബേർഡനും ഇല്ലാതെ, ഒരു ഫോഴ്സും ഇല്ലാതെ, ഒരു പ്രേരണയും ഇല്ലാതെ അവളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആണ് ശരിക്കും ഡാൻസിലുള്ളത്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു പീക്ക് ഓഫ് ഇമോഷനെ എങ്ങനെയാണ് വെന്റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഡാൻസിലൂടെ കാണാൻ പറ്റും. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് എ very symbolic artistic expression here. തീംസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ തീം സെക്സിസം ആൻഡ് ജെൻഡർ ആണ്. നോറ വേഴ്സസ് ടോവാൾഡ് ആണ് ഇത് ബെസ്റ്റ് എക്സാമ്പിൾ. ജെൻഡറും സെക്സും എങ്ങനെയാണ്, അല്ലെ സെക്ഷൽ റിലേഷൻഷിപ്പും എങ്ങനെയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്? നോറയുടെയും ടോവാൾഡിന്റെയും രണ്ടുപേരുടെയും ക്യാരക്ടറിനെയും അവർ തമ്മിലുള്ള ബന്ധത്തെ നോക്കിയാൽ മതി. ബോത്ത് റെപ്രസെന്റ്സ് ടു എക്സ്റ്റെൻസ് ഓഫ് സെക്സിസ്റ്റ് നോഷൻസ്. ടോവാൾഡ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ബെനവലന്റ് സെക്സിസം. ജെൻഡർ റോൾസ് ഓഫ് വിമൻ ഇൻ വിക്ടോറിയൻ സൊസൈറ്റി, ലൈക്ക് നോറ ഒരു പ്രോപ്പർ പക്ക വിക്ടോറിയൻ വിമൻ വൈഫാണ് ശരിക്കും ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പ്ലേ. ലേറ്റർ ഷീ ആക്ച്വലി challenges all these roles and she gets out of it. Calling her pet property shows how benevolent sexism works in society. So Torvald always calls her pet or property, and he calls her different names, different funny names. That's why the title becomes very significant to the names that is being used here. Power relations and economic independence of genders as well expressed. So here പവർ റിലേഷൻസ് ഇൻ ദ സെൻസ് ടോവാൾഡും നോറയും തമ്മിലുള്ള ബന്ധവും ക്രോക്സ്റ്റഡും മിസ് ലിൻഡയും തമ്മിലുള്ള ബന്ധവും ഒക്കെ നോക്കിയാൽ നമുക്ക് പവർ റിലേഷൻസ്, ജെൻഡറുകൾ തമ്മിലുള്ള പവർ റിലേഷൻസിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൗ ദി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ടോവാൾഡ് ട്രീറ്റ്സ് ദി ഇംപവറിഷ്ഡ് നോറ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ഹൗ ഹയറാർക്കിയിൽ എങ്ങനെയാണ് മണി ഒരു മാറ്റർ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ പവർ ജെൻഡർ എങ്ങനെ മാറ്റർ ആയിട്ട് നിൽക്കുന്നത്. മണി ആൻഡ് വർക്ക്. മണി ഈസ് എ സെൻട്രൽ പ്ലെയർ ഇൻ ദ പ്ലോട്ട്. Joy demands for society and fundamental livelihood requirements are troubling all characters. Nora finally challenges the hierarchy of society which is built upon monetary relations.
individual versus society. The characters are ruled by the expectations of societies. Nora is a perfect example of a beautiful mother, wife, woman in the Victorian era. Mrs. Linde is the one who failed to live up to the social expectations. Toward is the alpha male in the Victorian society. So society, individual, രണ്ട് power blocks ആണ് ഇവിടെ. Society is actually representing the Victorian society with all its moral grounds, moral principles, its etiquettes and forms and decorums. So അതൊരു ഭാഗത്ത് അതാണ് അവരുടെ ശരിക്കും സോഷ്യൽ ലീവിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ശരിക്കും ആ വിക്ടോറിയൻ സൊസൈറ്റിയുടെ മൊറാലിറ്റിയാണ്. അത് ആണ് പലപ്പോഴും നോറയെ കൊണ്ട് സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ടോവാൾഡിനെ ഇത്രയും അരക്ഷിതനാക്കുന്നതും ഒക്കെ ശരിക്കും ഈ ഒരു സൊസൈറ്റിയുടെ പ്രശ്നമാണ്, സൊസൈറ്റിയുടെ മൊറാലിറ്റിയാണ്. നോറയെ ആദ്യം നമ്മൾ കാണുന്നത് ശരിക്കും ഒരു വിക്ടോറിയൻ, എങ്ങനെയാണ് ഒരു വിക്ടോറിയൻ സൊസൈറ്റിയിൽ ഒരു വിമൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. മിസ് ലിൻഡ ഈസ് വൺ ഹു ഫെയിൽ ടു ലിവ് അപ് ടു ദ സോഷ്യൽ എക്സ്പെക്ടേഷൻസ്. മിസ് ലിൻഡ ഈസ് എ മിസറബിൾ ലൈഫാണ് അവരുടെ, അല്ലെങ്കിൽ ക്രിസ്റ്റൻ എന്ന് പറയും, ക്രിസ്റ്റൻ മിസറബിൾ ലൈഫാണ്. സോ ഷീ ഈസ് ആക്ച്വലി എൻ എക്സെപ്ഷൻ ഇൻ ദിസ് കേസ്. Torvald is an alpha male in Victorian society. Self-awareness, the journey of alpha male എന്ന് പറയാൻ കാരണം Torvald has all the freedom, all the privileges to call whatever Nora. He can call Nora whatever he wants and he will take back that. So that's a privilege. That's a privilege, very evident privilege. That's why we say Torvald is a very he is actually a symbol of alpha male. Self-awareness, journey of Nora from ignorance to light. അതിൽ ഡോക്ടർ റാങ്ക് രണ്ടുപേരും സെൽഫ് അവെയർ. അത് നോറയുടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും സ്റ്റോറിയുടെ ആദ്യത്തിൽ നിന്നും അന്ത്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എത്രത്തോളം ഷീ ബിക്കം സെൽഫ് അവെയർ ഓഫ് ഹർ സെൽഫ് എന്നുള്ള കാര്യം മനസ്സിലാവും. ഹൗ ഫാർ ഷീ ഈസ് കൺസേണിങ് അബൌട്ട് ഹർ സെൽഫ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പ്രോഗ്രസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ ദിസ് ഡ്രാമ. ആക്ച്വലി ദിസ് പ്ലേ ഈസ് അബൌട്ട് the progress of this character Nora from her conventions, her suppressed feelings, subjectivity to something kind of an originality. അടുത്തത് ലവ് ആൻഡ് മാരേജ് ആണ്. നോറ ആൻഡ് ടോവാൾഡ് represents the conventional idea of marriage which is built upon lies and gender stereotypes, whereas Kristen and Croxton have an unconventional and expressive bond. സോ ലവ് ആൻഡ് മാരേജ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. എങ്ങനെയാണ് ലവിനെയും മാരേജിനെയും രണ്ടും എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുമെന്ന് മനസ്സിലാവും. മാരേജ് കൈൻഡ് ഓഫ് എ കോൺട്രാക്ട് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നത് ഇതിന്റെ എൻഡ് ഓഫ് ദി പ്ലേ നമുക്ക് കാണാൻ പറ്റും. കാരണം ടോവാൾഡ് പറയുന്നുണ്ട് നോറയോട് ദാറ്റ് ഐ ഡോണ്ട് ലവ് യു എനി മോർ, സോ വി മേ ലീവ് ടുഗെദർ ഫോർ ദ സേക്ക് ഓഫ് സൊസൈറ്റി, ബട്ട് I don't wish to, I will no longer love you എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവസാനം പറയുന്നുണ്ട്. ബിക്കോസ് that is how marriage was treated at that point of time. That is how the society had envisaged marriage or defined marriage in that society at that time. So അതുപോലെ തന്നെ ലവിനൊരു എക്സാമ്പിൾ ക്രിസ്റ്റന്റെയും ക്രോക്സ്റ്റഡിന്റെയും ലവ് അല്ലെങ്കിൽ മിസ് ലിൻഡന്റെയും ക്രോക്സ്റ്റഡിന്റെയും ലവ് നോക്കുവാണെങ്കിൽ, സോ ദേ ഓൾസോ ഹാഡ് ദിസ് കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ് ലൈക്ക്, ബട്ട് ദെയർ ലവ് വാസ് മോർ ജെന്യൂൻ, ബട്ട് ദാറ്റ് കുഡ്ന്റ് ബി ഫുൾഫിൽഡ് anyhow. They had chance because of the situation, because of the situations they could not actually fulfill their love, so that ended quite badly. Nora represents a selfless love and commitment to marriage, whereas Torvald is a hypocrite who places morality and pride over self-respect and commitment. അതൊക്കെ നമുക്ക് വെൽ ഇൻട്രസ്റ്റഡ് ആണ് സ്റ്റോറി. മാരേജ് റിഫ്ലെക്ട്സ് upon the structural decay of the society. So coming to the final part, the whole drama is talking about, or Ibsen wanted to say, was that the society is actually disintegrating. The society is actually decaying. It's a stinking society. This is a stinking structure. So Victorian society, Victorian morality എന്ന് പറയുന്നത് വളരെ ഫേക്ക് ആണ്. അത് വളരെ വളരെ മോശമാണ്. ദാറ്റ്സ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ആണ്. അത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നും അതിൽ എത്രത്തോളം വിമൻ എത്രത്തോളം ട്രാപ്ഡ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ശരിക്കും ഇബ്സൺ ഈ പ്ലേയിലൂടെ കാണിക്കുന്നത്. അവരുടെ പൊസിഷൻ, അവരുടെ സബ്ജക്ടിവിറ്റി, അവരുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അവരുടെ ഡിസിഷൻ എടുക്കാനുള്ള പവർ, അവരുടെ ബാർഗെയിനിങ് പവർ, ഇതിനെല്ലാം വിക്ടോറിയൻ സൊസൈറ്റി എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ലിമിറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെയാണ് ഇബ്സൺ ഈ പ്ലേയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ കൾച്ചറൽ ഷോക്ക് ഫോർ ദ ഓഡിയൻസ് ഓഫ് ദാറ്റ് ടൈം. ദാറ്റ് ഈസ് വൈ ബെർണഡ് ഷേ പോലുള്ള മോഡേണിസ്റ്റുകൾ ഈ പ്ലേ എത്രത്തോളം പ്രൈസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ ഷോക്ക്
ഫോർ ദ ഹോൾ സൊസൈറ്റി. ബിക്കോസ് അത്ര സോഷ്യലി ക്രിട്ടിക്കൽ ആയിരുന്നു ഈ പ്ലേയുടെ പ്രത്യേകിച്ച് ഒരു വിമൻ പ്രൊട്ടാഗണിസ്റ്റിനെ വെച്ചിട്ട് ഒരു പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എ revolution in drama at that point of time. That's why Ibsen, who actually fall during the Victorian era of drama, is being highlighted as a pioneer of modernist. അല്ലെങ്കിൽ he has been celebrated even now. ഇപ്പോഴും നമ്മൾ ഇബ്സന്റെ പ്ലേസ് ഡോൾസ് ഹൗസ് ഒക്കെ ഇപ്പോഴും സ്റ്റേജ് ചെയ്യുന്ന പ്ലേ ആണ്. സോ അതിന്റെ ആ ഒരു കാലാന്തരത്തിൽ കാലത്തിനപ്പുറമുള്ള ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അത് മുമ്പോട്ട് വെച്ച ആശയം തന്നെയാണ്. സോ ഇറ്റ് വാസ് എ വെരി very powerful social criticism, and also it was a masterclass piece of character making. See, if you look at the Nora's character, her reflections, her monologues, all these things are very philosophical and very thoughtful. So that is how the play ends. That is the analysis. So I'll share with you some of the notes. I will share with you some of the notes. Okay, fine. എന്തെങ്കിലും സംശയമുണ്ടോ? Doubts? Anything? No, sir. Okay. No, sir. Okay, fine. ഇതില് പ്രീവിയസ് കുറെ ക്വിസസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൽ ക്വിസസ് ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് ക്വിസസ് ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അതുകൂടാതെ ആനിമൽ ഫാമിന്റെ ക്വിസസ് ഞാൻ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടില്ല. ഞാനത് ഒരുമിച്ച് ഒരു 30 ക്വിസസ് ആക്കിയിട്ട് നാളെ ഞാൻ ഇടാം. നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ക്രിറ്റിസിസിന്റെ എക്സാം ഉണ്ടല്ലോ, അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. സാറ്റർഡേ ആണ് എക്സാം നടത്തുക. സാറ്റർഡേ ആണ് കേട്ടോ എക്സാം. മോക്ക് ടെസ്റ്റ് ഇല്ലേ, മോക്ക് ടെസ്റ്റ് സീരീസിലെ സാറ്റർഡേ ആണ് നടത്തുന്നത്. നാളെ വിഷു ആയതുകൊണ്ടും നാളെ ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് നാളെ മാറ്റി സാറ്റർഡേ ആണ് നടത്തുന്നത്. സോ ട്രൈ ടു ആൻസർ ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. നോട്ട്സ് തന്നെ പഠിക്കുക, പിന്നെ ക്വിസസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് MH Abrahamത്തിന്റെ ബുക്ക് ഉണ്ട്, ടേംസ്, അതിന്റെ എക്സ്പ്ലനേറ്ററി നോട്ട്സ്, ഇഫ് ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിങ് എനി ഓഫ് ദിസ് തിങ്സ്, അത് നോക്കുക. പിന്നെ നമുക്ക് എനിക്കൊന്ന് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസവും